ഫ്രണ്ട്സ്, ഞാനേ മൊബൈലിൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള കാര്യം പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യണം ബൈ ഡിവൈസ് വെച്ചോ ആപ്പ് വഴിയോ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്ത് എടുക്കാം, മനസ്സിലാക്കാം, അതിനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് പറയുന്നത്. അത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ ഗൂഗിൾ സർവീസ്, അതായത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതായത് ഗൂഗിൾ സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓൾ സർവീസ് സെലക്ട് ചെയ്യുക, സ്ക്രോൾ ചെയ്യുമ്പോൾ ലാസ്റ്റായിട്ട് എന്താ പറയുക, അൺനോൺ ട്രാക്ക് അലേർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, അതായത് പേഴ്സണൽ ഡിവൈസ് സേഫ്റ്റിയിൽ അൺനോൺ ട്രാക്ക് ഡിവൈസ് അലേർട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അലോ അലേർട്ട് അത് എനേബിൾ ആക്കിയിരിക്കും. അത് മാത്രമല്ല, നമുക്കത് ലൊക്കേഷൻ പെർമിഷൻ വേണം, ചിലപ്പോൾ ബ്ലൂടൂത്ത് ചില കേസിൽ വേണ്ടി വരും. അപ്പോൾ ഇത് ലൊക്കേഷൻ ടേൺ ഓൺ കൊടുക്കുക, അത് പെർമിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് വന്നു കഴിയുമ്പോൾ സ്കാൻ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു, മാനുവൽ സ്കാൻ സംഭവം. അപ്പോൾ നിലവിൽ നോ ട്രാക്ക് അലേർട്ടാണ് എൻ്റെ ഫോൺ ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ എനിക്ക് മാനുവലായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സ്കാൻ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സ് സമയം എടുത്തിട്ട് അത് സ്കാൻ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും മാൽവെയറോ ആപ്പോ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഒന്നുമില്ല, നോ ട്രാക്ക് ഡിറ്റക്റ്റഡ് എന്നാണ് സ്കാൻ ചെയ്തപ്പോൾ ഉള്ള റിസൾട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു സെറ്റിങ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സൈബർ ക്രൈംസ് ഒത്തിരി നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്കത് ഫോണിനെ സേഫായിട്ടും സെക്യൂറായിട്ടും വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ സെറ്റിങ്സ് ഒന്ന് ചെയ്തിടണമെന്ന് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും അത് സെറ്റ് ചെയ്ത് വെക്കണത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ സജഷൻ. ഓക്കെ, താങ്ക് യു.